എന്താണ് ബി ജെ പിയിൽ നടക്കുന്നത്? ബി ജെ പിയിൽ നടക്കുന്നത് ഇപ്പോൾ 2 ആത്മഹത്യകൾ കഴിഞ്ഞു ബി ജെ പി പ്രവർത്തകരുടെ. മൂന്നാമതൊരു ആത്മഹത്യാ ശ്രമം നടന്നു. ഈ ആത്മഹത്യയിൽ ഉടനീളം കുറിപ്പുകളിൽ പറയുന്നത് വളരെ കരിനിഴൽ വീണ ബി ജെ പി നേതാക്കളുടെ സാമ്പത്തികമായ ബന്ധങ്ങളെക്കുറിച്ചാണ്. സാമ്പത്തികമായിട്ടുള്ള ഷെയ്ഡി ആയിട്ടുള്ള ഏർപ്പാടുകൾ ബി ജെ പി നേതാക്കൾ നടത്തിയതാണ് ഈ 2 ആത്മഹത്യ ചെയ്തവർ 2 പേരും പുറത്തു പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ബി ജെ പിയുടെ ഈ നഗരത്തിലെ തലമുതിർന്ന നേതാവായ എം.എസ്. കുമാറും ഗുരുതരമായ ആരോപണമാണ് ബി ജെ പി നേതൃത്വത്തിനെതിരായി ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങളൊക്കെ തിരുവനന്തപുരത്ത് പഠിക്കാൻ വരുമ്പോൾ ബി ജെ പിയുടെ നേതാവാണ് എം.എസ്. കുമാർ. ഇപ്പോൾ വന്ന പുതുതലമുറയിൽപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയതായി വന്ന ബി ജെ പിയിൽ വന്ന ആളുകളല്ല, പഴയ തലമുറയിൽപ്പെട്ട ബി ജെ പി നേതാക്കളാണ്. അവരാണ് പുതിയ നേതൃത്വത്തെക്കുറിച്ച് ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചത്. ഈ ആരോപണങ്ങളിലും ഈ സാമ്പത്തിക ഇടപാടുകളിലും പെട്ട് ബി ജെ പി ആടി ഉലയുകയാണ്. ആ ബി ജെ പിയുമായി ബന്ധം സ്ഥാപിക്കാനാണ് CPM തിരുവനന്തപുരത്ത് ശ്രമിക്കുന്നത്. CPMൽ നിന്ന് രാജിവെച്ച് 2 പ്രമുഖരായ ആളുകൾ, ഒന്നൊരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റൊന്ന് പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റായിരുന്ന ഒരാൾ, ദേശാഭിമാനിയുടെ ആൾ. അവർ ഗുരുതരമായ ആരോപണമാണ് കടകംപള്ളി സുരേന്ദ്രനെതിരായി ഉന്നയിച്ചിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ മന്ത്രി ബി ജെ പിയുടെ ആളാണ് എന്നാണ്, ഞങ്ങളല്ല, മുതിർന്ന CPM നേതാക്കൾ, പാർട്ടി വിട്ട മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പാങ്ങോടിൽ ഒരു CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു RSS ശാഖയിൽ പോയിരുന്ന ഒരാൾ ഇപ്പോൾ LDFിൻ്റെ സ്ഥാനാർത്ഥിയായ. അപ്പോൾ തിരുവനന്തപുരത്ത് ബി ജെ പി ആടി ഉലയുമ്പോൾ, ബി ജെ പി തകർന്ന് തരിപ്പണമാകുമ്പോൾ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി CPM രംഗത്തിറക്കിയിരിക്കുന്ന പുതിയ കാഴ്ചയാണ്. അപ്പോൾ ഇതിനു മുമ്പ് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്ന ബി ജെ പി CPM അവിഹിത ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത്. തൃശ്ശൂരിൽ ഞങ്ങൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചു. അവിടെ RSS നേതാവ് ഹൊസബലയെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ADGP MR അജിത് കുമാറിനെ വിട്ടു. പൂരം കലക്കി ബി ജെ പിയെ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തൃശ്ശൂരിൽ. ഇവിടെ ബി ജെ പി തകരുമ്പോൾ തകരാതെ ബി ജെ പിയെ താങ്ങി നിർത്താൻ വേണ്ടി CPM ശ്രമിക്കുന്ന വിചിത്രമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇതെല്ലാം തിരുവനന്തപുരത്തെ വോട്ടർമാരും കേരളത്തിലെ വോട്ടർമാരും തിരിച്ചറിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വൈഷ്ണവ് സുരേഷിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അവർ അവിടുത്തെ ഒരു വോട്ടറാണ്, എല്ലാവർക്കും അറിയാം. നിസ്സാരമായ കാരണം പറയും, വോട്ടർ പട്ടികയിലെ തെറ്റായി വീട് നമ്പർ കേട്ടതിൻ്റെ പേരിൽ അവരുടെ വോട്ട് മനഃപൂർവ്വം റദ്ദാക്കിയാണ്. അവരെ ഹിയറിംഗ് നടത്തി അവർ താമസിക്കുന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. വോട്ടർ അവകാശം എന്ന് പറയുന്നത് അവർ വ്യാജ വോട്ടറൊന്നും അല്ലല്ലോ, വേറെ സ്ഥലത്ത് അവർ താമസിക്കുന്ന സ്ഥലത്തെ വെച്ചാണ്, വ്യാജ വോട്ടറൊന്നും അല്ല. കൃത്യമായി അറിയാം, ഹിയറിംഗ് നടത്തി ഇലക്ഷൻ കമ്മീഷൻ അവരുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം. അപ്പോൾ ചേർക്കാൻ ഇവർക്കെതിരെ പരാതി കൊടുത്ത ആളുടെ പല പേരുകളാണ് ഉള്ളത്. അപ്പോൾ ഇവരെല്ലാം ഈ വോട്ടർ പട്ടികയിൽ ഒരു വശത്ത് ബി ജെ പിയും മറുവശത്ത് CPMഉം ഈ വോട്ടർ പട്ടികയെ തന്നെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ താമസിക്കുന്ന ഒരാളുടെ വോട്ട് അത് സ്ഥാനാർത്ഥിയാവുമെന്ന് മുൻകൂട്ടി കണ്ട് ആ വോട്ട് നീക്കം ചെയ്യാൻ വേണ്ടി നടത്തിയിട്ടുള്ള കുൽസിതമായ പരിശ്രമമാണ്. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിയറിംഗ് നടത്തിയിട്ടുണ്ട്, ക്ലിയർ ചെയ്ത് അവരുടെ വോട്ടവകാശം പുനഃസ്ഥാപിച്ചു കൊടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.